ഒന്നുകൂടി മൈക്കിൽ വരുമോ? എന്നാൽ അദ്ദേഹത്തിന് കുറച്ചും കൂടി അതൊന്ന് വിശദമായിട്ട് പറയാമോ? അല്ലെങ്കിൽ പിന്നെ അവസരത്തിലോ? പ്രവർത്തകൻ സൈറ്റിൽ ഇത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അവർ ന്യായീകരിച്ച് പരമാവധി വഷളായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതേപറ്റി കൂടുതൽ തെളിവുകൾ ഡോക്ടർ തന്നെ നമ്മൾ തന്നെ ആ പ്രവർത്തകൻ സൈറ്റിലൂടെ വിടുമെന്ന് പ്രതീക്ഷിക്കാം. പരമാവധി നിങ്ങളേതായാലും റെക്കോർഡ് ചെയ്തത് നിങ്ങൾ ഒഴിവാക്കണ്ട. അത് അവിടെ നമുക്ക് ആവശ്യം വരും. അതിട്ടിട്ട് നമുക്ക് പരമാവധി ഒന്ന് അവസാനം ഒന്ന് കലക്കാം. കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ പുറത്തേക്ക് നല്ലോണം ഇങ്ങോട്ട് വരാണ്ടല്ലോ. സുന്നീസം പരമാവധി റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോ അവർക്ക് ആകെ തലവേദന ഇടുന്നത്. ഇത് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ സൂക്ഷിക്കണം. ഇൻഷാ അല്ലാഹ് കൂടുതൽ ഡോക്ടർ സാഹിബിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. അപ്പോ നമുക്കൊന്ന് ശരിക്കൊന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക ഈ തനി കളവ്. ഡോക്ടർ ഫ്രീ ആണെങ്കിൽ ഒന്നുകൂടി മൈക്കിലേക്ക് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അല്ലെങ്കിൽ ആ പ്രവർത്തകൻ ഇപ്പോ അടിച്ച ബ്ലോഗിൽ അതിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇൻഷാ അല്ലാഹ് വരും. മൈക്കിലായിരുന്നാല് ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സിദ്ദീഖ് സാഹിബിന് വരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഡോക്ടർ മൈക്ക് വേണോ? ഏതായാലും ഞാനൊരു രണ്ട് മിനിറ്റ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോ നമ്മള് ഇതൊക്കെ ഇപ്പോ നമ്മുടെ ബഹാവുദ്ദീൻ ഉസ്താദ് സെനഗലിൽ പോയിട്ടില്ലേ എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് അതിന്റെ സത്യാവസ്ഥയൊക്കെ അറിയാം. ഇതെന്താ അറിയോ, മുടിന്റെ സനത് മൂടി വെക്കാൻ വേണ്ടിയിട്ട് ഇവരെ റൂമിൽ ഇപ്പൊ അതൊക്കെയാണ് പ്രചരണം. സനത് മുടിക്ക് യഥാർത്ഥത്തിൽ സനതില്ല. അപ്പൊ എന്താണ്, നമ്മൾ ഈ മുടിന്റെ സനത് ചോദിക്കണേന് ബഹാവുദ്ദീൻ ഉസ്താദ് സെനഗലിൽ പോയിട്ടുണ്ടോ ഇല്ല എന്ന് ചോദിക്കും. നമ്മൾ എന്ത് ചെയ്യും, അതിലൂടെ 1 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ അതിലൂടെ ചർച്ച നമ്മളെ ചെയ്യിപ്പിക്കുക എന്ന് നമുക്ക് ഉറപ്പാണ്. എന്നിട്ട് ഈ വെട്ടി മാറ്റിയതൊക്കെ എടുത്ത് മാറ്റി ഓരോ ഫോട്ടോ ഒക്കെ നമുക്ക് അയച്ചു തരാൻ പറ്റുമല്ലോ. പക്ഷെ അതിനൊന്നും സാധിക്കാത്ത ഒന്നാണ് സനത് എന്ന് പറഞ്ഞ സാധനം. ഈ സനത് ഒരു നിലക്കുമ്പോൾക്ക് വെട്ടി മാറ്റാനും ഒന്നും കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞു, നമ്മൾ പറഞ്ഞതിനെ മുഴുവൻ മുടിക്ക് വേണ്ടി മുടിന്റെ സനത് കൊണ്ടുവരുമെന്ന് പറയുമ്പോ, ഒരു മിനിറ്റ്, ഞാൻ DND ആക്കിയിട്ടും പിന്നെയും ഈ ചങ്ങായിമാര് കളവ് പറയല്ല മൂരി എന്നൊക്കെ പറഞ്ഞ് വളരെ സംസ്കാരമില്ലാത്തൊരു ടീം. ഏതായിരുന്നാലും നിങ്ങൾക്കൊരു ഇതില് വേറൊരു രസം കേൾക്കാം. നൗഷാദ് അഹ്സനി ജാലിയാവാലന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞത് എന്താ, തിരൂര് വെച്ച് പറഞ്ഞതാ. എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായി. SKSSFകാരോട് എനിക്കിപ്പോ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താണ്, നമ്മൾ എതിർത്തത് കൊണ്ടാണ് റസൂലുള്ളാന്റെ ആ തിരുശേഷിപ്പുകളൊക്കെ അവിടെ കാണാൻ കഴിഞ്ഞു. ജാലിയാവാലന്റെ അടുത്ത് നിന്ന് കുറെ നേരം കണ്ടു, വളരെയധികം മനസ്സിന് റാഹത്തായി. അപ്പോ അത് പറഞ്ഞു. എന്ത്, ഈ ജാലിയാവാലിന്റെ അടുത്തുള്ള പുതിയ വടി റസൂലുള്ളാന്റെ വടി എന്നാ പറയുന്നത്, മുഹിദ്ദീൻ ഷേഖിന്റെ പിന്നെ വിരുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വടി. ഈ കള്ള നാണയങ്ങള് ഞാൻ ഒന്ന് പറയാം, നമുക്കറിയില്ല കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്നുള്ളത് വന്നിട്ടുള്ളത് സമസ്തയിൽ നിന്ന് പിരിഞ്ഞൊരു 10-15 വർഷം കഴിഞ്ഞതിന് ശേഷം. ഇൻഷാ അല്ലാഹ് ഒരു 2 വർഷം കൊണ്ട് തന്നെ അഹ്സനിന്റെയും വഹാബിന്റെ ഒക്കെ തെരഞ്ഞെടുത്ത ബഡായികള് ഇൻഷാ അല്ലാഹ് പുറത്തിറങ്ങും. കാരണം അത്രമാത്രം പറഞ്ഞിട്ടുണ്ട്. അഹ്സനിക്കും അതുപോലെ തന്നെ ഈ വഹാബി സഖാഫിക്കും പത്തപ്പിരിയത്തിനൊക്കെ അവരൊക്കെ പറയുന്ന കാര്യം അവർക്ക് തന്നെ അറിയില്ല എന്താണ് പറയുന്ന കാര്യം എന്നുള്ളത്. എന്നിട്ട് ഒരു പച്ചക്കള്ളം എന്ന് പറഞ്ഞിട്ട് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന് ജാലിയാവാല കൊടുത്ത സമയത്ത് അതിമക്ക് ടോർച്ചടിച്ച് നോക്കിയിട്ട് അതിന്റെ നിഴല് നോക്കിയിട്ടാണ് കൊടുത്തത്, നിഴല് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മളിപ്പോഴും 1000 കുതിരശക്തിയോടെ നിങ്ങളെ വെല്ലുവിളിക്കാണ്. അതേ മുടിയാണല്ലോ നിങ്ങളടുത്തുള്ളത്. അബ്ദുൽ ഹമീദ് ഫൈസിന്റെ അടുത്ത് നിഴല് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ എത്ര വലിയ പേടി? ആ മുടി എന്നല്ല നിങ്ങളടുത്തുള്ള, നിങ്ങൾക്ക് ഒന്ന് ടോർച്ചടിച്ച് കാണിച്ചു തന്നൂടെ ഞങ്ങൾക്ക് നിഴലുണ്ടോ ഇല്ല? എന്താ എത്ര വലിയ പേടി? അപ്പൊ പച്ചക്കള്ളാണ് ഇതിന്ന് മനസ്സിലാവൂലേ? ജാലിയാവാല അതിന് നിഴലില്ലാന്ന് ഹമീദ് ഫൈസിക്ക് കാണിച്ചു കൊടുത്ത് ഉറപ്പ് വരുത്തിയിട്ടാണ് വാങ്ങിയത്. ആ മുടി തന്നെയാണ് ഇവരെ കയ്യിലുള്ളത്, അതന്നെ നമ്മളെ കയ്യിലുള്ളത്. എന്തുകൊണ്ട് ആ മുടി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അതൊന്ന് പരിശോധിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ചെറിയൊരു ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെപ്പോഴും പറയുന്നുണ്ടല്ലോ സനദില്ല, ആസാറിനെ ബഹുമാനിക്കാൻ സനത് വേണോ, ബർക്കത്തെടുക്കാൻ സനത് വേണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലോ റസൂലുള്ളാന്റെ മുടി ആവണ് എന്നുള്ള തെളിയിക്കാൻ വേറെ കുറെ വഴികളുണ്ട്. അതിൽപ്പെട്ട ഒരു വഴിയാണല്ലോ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിന് തയ്യാറാകുന്നില്ല?
നിങ്ങൾക്ക് തന്നെ ഉറപ്പാണല്ലോ ജാലിയവാല. നിങ്ങളെ നൗഷാദ് ഹസനി പറഞ്ഞിട്ടുണ്ട് ജാലിയവാല നിഴൽ നോക്കിയിട്ട് നിഴലില്ലാതെയാണ് ഇത് തന്നിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ട് ഇത് പ്രസിദ്ധീകരിക്കാൻ മുന്നോട്ട് വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള അതാണ് നമുക്കറിയേണ്ടത്. ഏതായിരുന്നാലും നമ്മുടെ ഡോക്ടർ സാഹിബ് മൈക്കിൽ വരട്ടെ, അദ്ദേഹത്തിന് എന്തോ പറയാനുണ്ട്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ കുറെ നേരം ഞാൻ DC ആയി പോയത്, രണ്ടാമത് വന്നിട്ടാണ്. ഇനി കുറെ കാത്തിക്കാൻ കഴിയൂല, കാരണം എനിക്ക് കട അടക്കാൻ സമയമായി. ഞാൻ RC-Cape-നോട് PM ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മൈക്ക് എടുത്ത്. ഞാൻ സംസാരിക്കട്ടെ? ഓക്കെ, സുന്നിസം പറയൂന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ. എനിക്ക് ചോദിക്കാനുള്ളത്, അമ്പലക്കട ഹമീദ് ഫൈസി മിനിയാന്ന് ഈ ക്ലാസ് റൂമിൽ വന്ന് സംസാരിച്ച വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് മുടി കൊടുത്തു എന്ന് പറയപ്പെടുന്നത് ജാലിയവാലയാണെന്ന്. ആ അമ്പലക്കടവ് ഹമീദ് ഫൈസി തന്നെ മിനിയാന്ന് ക്ലാസ് റൂമിൽ വന്ന് പറഞ്ഞു അങ്ങനെ ഒരു മുടി ജാലിയവാല കാന്തപുരത്തിന് കൊടുത്തിട്ടില്ല എന്ന്. ഇത് രണ്ടും വൈരുദ്ധ്യം അല്ലേ എന്നാണ്. ഇതിലേതാണ് കളവ്? ആദ്യം പറഞ്ഞതാണോ കളവ്, ഇപ്പൊ രണ്ടാമത് പറഞ്ഞതാണോ സത്യം? ഏതാണ്? കാരണം നിങ്ങളാണ് പറഞ്ഞത് പത്രസമ്മേളനത്തിൽ, അപ്പോൾ പത്രക്കാരെ പറ്റിച്ചു എന്ന് പറയാം. അതുകൊണ്ട് ഞാൻ മൈക്കിളീസിൽ നിന്ന്, എനിക്ക് ഇനിയും ഉണ്ട് കേട്ടോ ചോദ്യം. മൈക്കിളീസ്. ഉസ്താദ്മാർ ക്ഷമിക്കണം, ഇവിടെ ജാലിയവാലയുടെ അടുത്ത് കാന്ത അബുറാജ് പറയട്ടെ. അബുറാജ് പറയട്ടെ. അല്ല, അബുറാജ് പറയണം. ഇതിന് മറുപടി ഇൻഷാ അല്ലാഹ് അബുറാജ് പറയും. അബുറാജിനെ അറിയാത്തത് കാരണം ഡോട്ടിട്ടതാണ്. അബുറാജ് മൈക്ക് അബുറാജ്. ഓക്കെ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യും. അസ്സലാമു അലൈക്കും. ജാലിയവാലയുടെ അടുത്ത് ഹമീദ് ഫൈസി ഉസ്താദ് കണ്ടത് ആരിഫ് ബറക്കാത്തിയുടെ അപേക്ഷയാണ്. കാന്തപുരത്തിന് വേണ്ടി അവിടെ അപേക്ഷ സമർപ്പിച്ചത് ആരിഫ് കാത്തി. നിങ്ങളെല്ലാം അറിയാം, എത്രയോ പ്രാവശ്യം കാന്തനെ കുറിച്ചും കാന്തപുരത്തിന്റെ അപേക്ഷ അവിടെ കണ്ടത് ഇവിടെ സനദിന് വേണ്ടിയുള്ള അപേക്ഷയാണ്. കാന്തപുരത്തിനിടയിൽ ബറക്കാത്തി എന്ന ഒരാളുണ്ട്, അത് മനഃപൂർവ്വം വിട്ടുകളഞ്ഞതാണ്. ഇവിടെ ഇതാണ് യഥാർത്ഥ വസ്തുത. കാന്തപുരത്തിന് നേരിട്ട് ബറക്കാത്തികളിൽ നിന്ന് കിട്ടിയ മുടി എന്ന് പറയുന്നത് ആരിഫ് ബറക്കാത്തിയാണ് കാന്തപുരത്തിന് വേണ്ടി ജാലിയവാലക്ക് അപേക്ഷ നൽകിയിട്ടുള്ളത്. നേരെ മറിച്ച് കാന്തപുരം കൊടുത്ത അപേക്ഷ മുടിയുടെ സനദിനു വേണ്ടി 2005 കൊടുത്ത അപേക്ഷയാണ്. എന്തായാലും മുടി കാന്തപുരത്തിന് കിട്ടിയത് ജാലിയവാലയിൽ നിന്നാണെന്ന് കാന്തപുരം അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹമീദ് ഫൈസി ഉസ്താദിന് കിട്ടിയതും ജാലിയവാലയിൽ നിന്നാണെന്ന് തന്നെ കാന്തപുരവും അംഗീകരിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഹലോ. അപ്പോൾ സുഹൃത്തെ, അങ്ങനെയെങ്കിൽ ഹമീദ് ഫൈസി മിനിയാന്ന് പത്രസമ്മേളനം നടത്തുമ്പോ പറഞ്ഞത് എന്താണെന്നറിയോ? പത്രസമ്മേളനം നടത്തുമ്പോ അദ്ദേഹം സത്യസന്ധനായിട്ട് പറഞ്ഞൊരു വിഷയമാണെങ്കിൽ ആദ്യം പറയേണ്ടത് എന്താണ്? കാന്തപുരത്തിന് മുടി കൊടുത്തത് ഈ ആരിഫ് ബറക്കാത്തിയാണ്, അല്ലാണ്ട് നമ്മുടെ ജാലിയവാല അല്ല എന്ന് ആണ് പറയേണ്ടിയിരുന്നത്. രണ്ടാമത്തെ ഈ ക്വസ്റ്റ്യൻ ഇതിന് ഇൻഷാ അല്ലാഹ് നിങ്ങൾ മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം അടുത്തൊരു ചോദ്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ അവിടെ പെൻ ക്യാമറ പിടിച്ചതിന് മാപ്പ് എഴുതി കൊടുത്തതായിട്ട് നൗഷാദ് ഹസനിയുടെ പ്രസംഗത്തിൽ നിങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല അതിന്റെ ക്ലിപ്പൊന്നും, കേട്ടിട്ടുണ്ട്. ആ അപേക്ഷ എഴുതി കൊടുത്തത് നിങ്ങളെ ഖുവത്തുൽ ഇസ്ലാം മദ്രസയുടെ ലെറ്റർ ഹെഡിലാണ്. അങ്ങനെയെങ്കിൽ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അവിടെ ഒരു അപേക്ഷ എഴുതി കൊടുത്തത്? ഒന്നാമത്തെ ചോദ്യം മറക്കണ്ട, കാരണം കാന്തപുരം ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കേണ്ട. അമ്പലക്കടവ് ഹമീദ് ഫൈസി പറയുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ആദ്യം ഹമീദ് ഫൈസി പത്രക്കാരോട് പറഞ്ഞത് ഈ മുടി കൊടുത്തത് ജാലിയവാലയാണെന്ന്. ഇപ്പോ പറയുന്നു അബ്ദുൽ സമദ് ബിൻ അലി ഉസ്താദിന് മൈക്ക് വേണ്ടത് തന്നു, ഞാൻ തന്നു, ഒഴിവാക്കി. ഷെൻഫിർ മാഷാ അല്ലാ നമ്മുടെ മറ്റു റൂമിലെ അഡ്മിനാണ്, എല്ലാവിധ ബഹുമാനവും തന്നുകൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങൾക്കിപ്പോ എന്താണ് പ്രശ്നം? ബർക്കാത്തി തന്നതെന്നാണോ അല്ല ജാലിയവാല തന്നതാണോ? നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. നിങ്ങൾ എന്താണോ പറയുന്നത് അത് നമ്മൾക്ക് വിശ്വാസമാണ്.
നിങ്ങൾ തന്നെ പറയൂ. നമ്മൾക്കതിന് യാതൊരു സംശയവുമില്ല, നമ്മളൊക്കെ ക്ലിയർ ആക്കി കഴിഞ്ഞു. ഷെൻഫിർ തന്നെ പറഞ്ഞോളൂ, നിങ്ങളുടെ ഷേഖുനാക്ക്, നിങ്ങളുടെ നേതാവിന് അത് എവിടുന്ന് കിട്ടിയതാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. എവിടുന്ന് കിട്ടിയാലും അത് കള്ളമുടിയാണെന്നുള്ള കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞു. അതുമല്ല, നിങ്ങളുടെ നേതാവ് തന്നെ പറഞ്ഞു അത് എവിടുന്ന് കിട്ടിയതാണെന്ന്. ഞങ്ങൾക്ക് കിട്ടിയെടുത്ത് തന്നെയാണ് നിങ്ങൾക്കും കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ബാക്കി നൂർ ഫൈസി ഉസ്താദ് മൈക്ക് വേണമെന്ന് പറഞ്ഞു, മൈക്ക് റിലീസ് ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേരത്തെ ചോദിച്ച ആളാരാണ്? സഹോദരൻ മൈക്ക് എടുത്തിട്ട് നിങ്ങൾ പറയാ, കാന്തപുരത്തിന് ആദ്യത്തെ ആ മുടി കിട്ടിയത് ആരുടെ അടുക്കൽ നിന്നാണ് എന്ന് അത് മാത്രം പറയാം. അത് മാത്രം മറുപടി പറഞ്ഞാൽ മതി. കാന്തപുരത്തിന് ആ മുടി കിട്ടിയത് ആരുടെ കയ്യിൽ നിന്നാണ് നിങ്ങളും പറഞ്ഞാൽ മതി. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യം സംസാരിക്കാം. കാന്തപുരം ഉസ്താദിന് മുടി കിട്ടിയത് കാന്തപുരം അന്നും ഇന്നും ഒരേ ലെവലിലാണ് പറയുന്നത്. കാന്തപുരം പറയുന്നു എനിക്ക് മുടി തന്നത് ജാലിയവാലയാണെന്ന് പറയുന്നു. അത് അങ്ങനെ നിങ്ങളാണ് അന്വേഷിച്ച് ജാലിയവാലന്റെ അടുത്ത് പോയതും എന്നിട്ട് പത്രക്കാരെടുത്ത് നിങ്ങൾ പത്രസമ്മേളനം വിളിച്ചിട്ട് വലിയ ബോംബ് പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞത് പത്രക്കാരോട് എന്താ പറഞ്ഞു? ഓക്കെ, ഇപ്പൊ അതേപോലെ കാന്തപുരത്തിന് ആ മുടി കിട്ടിയത് പിന്നെ ആരാണ്? എന്താണ് ജാലിയവാലിന്റെ അടുത്തുനിന്നാണെന്ന് പറഞ്ഞു. എന്നാൽ പോട്ടെ, അബ്ദുസമ്മദ് ബിൻ അലിന്റെ അടുത്ത് മറ്റതുണ്ടാ? ആ ഇത് ബർക്കാത്തി സാദാത്തികളുടെ അടുക്കൽ നിന്ന് എനിക്ക് നേരിട്ട് കിട്ടിയെന്നുള്ള ആ സനത്, ആ ക്ലിപ്പുണ്ട്. അതെ, നിങ്ങളുടെ അടുക്കൽ കാന്തപുരം പ്രസംഗിക്കുന്നുണ്ട്, ബർക്കാത്തി സാദാത്തികളുടെ അടുക്കൽ നിന്ന് എനിക്ക് നേരിട്ട് കിട്ടിയെന്ന്. ആ ഓക്കെ, വെയിറ്റ് ചെയ്യും. ചോദിച്ച ആള് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യേ. ഇപ്പൊ അദ്ദേഹം പറയുന്നു പിന്നെ ആരാണ് ജാലിയവാലിന്റെ അടുത്താണ് കാന്തപുരത്തിന് മുടി കിട്ടിയത് എന്ന്. കാന്തപുരം തന്നെ അത് പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ കാന്തപുരം തന്നെ പറയുന്നു ഏത് ബർക്കാത്തി സാദാത്തികളുടെ അടുക്കൽ നിന്നാണ് എനിക്ക് മുടി കിട്ടിയത് എന്ന്. അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കൂ ആ സഹോദരന്. തെരഞ്ഞു നോക്കിയായിരിക്കും, അപ്പൊ ക്ഷമിക്കണം. കിട്ടിയാ അബ്ദുസമദ്? ശരിയായ? ഓക്കെ ആവാം? ഓക്കെ ഓക്കെ അടി. ഓക്കെ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. തങ്ങളുടെ വഴിക്ക് ബഹുമാനപ്പെട്ട ഷരീഫിൽ ഇന്നും നിലകൊള്ളുന്ന മഹാന്മാരായ ബർക്കാത്തി സയ്യിദന്മാർ അവരുടെ കുടുംബ പരമ്പരയിലൂടെ എനിക്ക് നേരിട്ട് ലഭിച്ചതാണ് മർക്കസിലുള്ള ഷെയർ മുബാറക്ക്. എന്തൊരു സഹോദരങ്ങളെ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പൊ ഏതാണോണം അങ്ങനെ തീരുമാനിക്കും. ഞാൻ മൈക്ക് നിർവചിത്താൻ കൊടുക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതുകൊണ്ട് സഹോദര, കാന്തപുരം ഈ പറഞ്ഞത് ആദ്യം പറഞ്ഞതെന്നോണ അത് മാത്രം വ്യക്തമാക്കിയാൽ മതി. ബർക്കാത്തി സാദാത്തിക്ക് എനിക്ക് നേരിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ അതാണോ നോണ? അതല്ല പിന്നെ എന്താണ് ഇക്ബാൽ ജാലിയവാലിൽ നിന്ന് കിട്ടിയ അതാണോ നോണ? അത് മാത്രം വിവരിച്ചാൽ മതി. അത് മാത്രം വിവരിച്ചാൽ മതി. ഏതാ നോണാന്ന് മാത്രം പറഞ്ഞു. ഇപ്പൊ ടെസ്റ്റ് ചെയ്താലും മതി. മൈക്ക് വേണ? അതാ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടത്? മൈക്ക്. ഓക്കെ ഓക്കെ. കാന്തപുരം ഉസ്താദ് ബർക്കാത്തി സാദാത്യങ്ങൾ എന്ന് പറഞ്ഞത് ഈ ജാലിയവാല അസ്സലാമു അലൈക്കും. ഉസ്താദ് പറഞ്ഞതിന് അതിനുള്ള ഉത്തരം മാത്രം കൊടുത്താൽ മതി. അതിലപ്പുറം ഒന്നും പറയണ്ട. കാരണം ഞങ്ങളും നിങ്ങളെ റൂമിൽ വരുന്നതാണ്. അതിനുള്ള ഇത് മാത്രം, അതായത് ആരാണ് അതിൽ കൊടുത്തത് മാത്രം. അതിലപ്പുറം ഒന്നും വിശദീകരിക്കണ്ട. അത് ഏതാണ് സത്യം എന്നുള്ളത് പറഞ്ഞതിന് ശേഷം മതി അടുത്തത്. ഓക്കെ, അസ്സലാമു അലൈക്കും. സഹോദര, ഈ നമ്മള് വെറുതെ എന്തിനാ ഈ പാതിരാ സമയത്ത് കൂടുതൽ ശത്രുത ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണുള്ളത്? അതിന്റെ ആവശ്യം നമുക്ക് സത്യം മനസ്സിലായാൽ മതിയല്ലോ. ഈ ജാലിയവാല ബർക്കാത്തി അല്ല, അയാൾ അഹ്ലുൽ ബൈത്തും അല്ല. അത് അയാൾ തന്നെ പറഞ്ഞുണ്ട്, ഞാൻ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വംശപരമ്പരപ്പെട്ടാണ് എന്ന്. അതായത്